ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ MG ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അടിച്ചുപൊളി പാട്ട്, നമ്മുടെ വേൽമുരുക ഹരോഹര അതേ ലെവലിലുള്ള ഒരു അടിച്ചുപൊളി പാട്ട് ഈ സിനിമയ്ക്കകത്തത് കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ടാണെന്ന് MG ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ ആളുകൾ എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പാട്ട് തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ, കാരണം സിനിമയ്ക്കകത്തുണ്ട്, ഉടനെ തന്നെ അത് വെളിയിൽ വിടും എന്നുള്ള കാര്യം ഇപ്പം വെളിയിൽ വന്നിരിക്കുകയാണ്. അതാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റില്ല് വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഒഫീഷ്യൽ സ്റ്റില്ലാണോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു സ്റ്റില്ലാണ്. ഇത് കണ്ടിട്ട് ഒറിജിനൽ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തും വേലെടുത്ത് മോഹൻലാൽ നിൽക്കുന്നുണ്ട്. താടി വെച്ച മോഹൻലാലാണ് തുടരുമെന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രത്തിനോട് സാമ്യമുള്ള വേഷത്തിലാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. അപ്പം ഈ സിനിമയ്ക്കകത്ത് ഉള്ള പാട്ടിൻ്റെ ഒരു രംഗത്തിൻ്റെ ഒരു ഫോട്ടോ ആകാനാണ് സാധ്യത. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഫോട്ടോ അതിൻ്റെതാണെങ്കിൽ അതിൻ്റെ അവിടെ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ലാലേട്ടൻ ഇതുപോലൊരു ഡാൻസ് കളിച്ചൊരു പാട്ട് പാടിച്ച് എത്ര കൊല്ലമായി ഇതുപോലൊരു പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടൊക്കെ ജൂക്ക് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൈറ്റുകളിൽ മോഹൻലാലിൻ്റെ പാട്ടുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിപ്പോൾ വേൽമുരുക ഹരോഹര, ബാങ്കിടക്ക തില്ലം തില്ലം, അതുപോലുള്ള എത്ര പാട്ടുകൾ, അടിച്ചുപൊളി പാട്ടുകൾ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു പാട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയ നമുക്ക് ഇത്രയും വലിയ കളക്ഷൻ നേടി എന്ന് പറയുന്ന ലൂസിഫർ ആണെങ്കിലും എമ്പുരാനാണെങ്കിലും അതിനകത്ത് ഏത് പാട്ടാണുള്ളത് മനസ്സിൽ നമുക്ക് ഒരു എൻജോയ്മെൻറ്റിന് അത് പാടി രസിക്കാൻ പറ്റുന്നത്? ഏത് പാട്ടാണുള്ളത്? ഒരു പാട്ടുമില്ല. പക്ഷെ അതുപോലുള്ളൊരു പാട്ടാണ് മലയാള സിനിമയ്ക്ക് ഇപ്പം ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഈ ഒരു ഫോട്ടോയിലൂടെ നമുക്ക് വ്യക്തമാണ്. കാരണം ലാലേട്ടൻ പഴയ ഒരു മൂഡിലോട്ട് എത്തി. ഇതുപോലുള്ളൊരു പാട്ട് മലയാളത്തിൽ വന്ന് ഈ സിനിമയും അതിനോടൊപ്പം തന്നെ കയറി വരികയും അതിൻ്റെ ഇടയിൽ ഈ പാട്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ആഘോഷം വേറെ ലെവലായിരിക്കും. ഇത് തിയേറ്ററിൽ ഈ സോങ് ഏറ്റവും നല്ല രീതിയിൽ ഫാൻസുകാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കും ഈ സിനിമയിൽ ഈ ഒരു രംഗത്ത് വരാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഈ സിനിമയെക്കുറിച്ച് ഞാൻ പിന്നെയും പറയുകയാണ്, സിനിമ നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല, അത് ഒരു പണിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ അത്രത്തോളം ആ സിനിമയുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ അത്രയും നല്ല രീതിയിൽ ഹൈപ്പായി ഇരിക്കുന്ന സമയത്ത് ആയിരിക്കും ചിലപ്പോൾ ഈ പാട്ട് വരുന്നത്. എന്നാൽ ഈ സിനിമ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ചിലപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ സോങ് പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം. കാരണം ഇതൊരു ഇൻ്റർവെല്ലിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. കാരണം ഇൻ്റർവെല്ലിന് ശേഷം ഇതിനകത്ത് പാട്ടിൻ്റെ മൂഡില്ല. ഏത് മൂഡാണെന്ന് ചോദിച്ചാൽ ടെറർ മൂഡായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ട് ഞാൻ ഈ സിനിമയെ കുറിച്ച് ഹൈപ്പ് കയറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയും, നീ മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഹൈപ്പ് കയറ്റി മോളിൽ കൊണ്ട് വെച്ചിട്ട് സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് സിനിമയ്ക്കകത്തൊന്നും ഇല്ലെന്ന് വിളിച്ച് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ സിനിമയിലെ ഈ പാട്ട് എന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ വേൽമുരുക ഹരോഹര എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിലിടാം. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്നും കമന്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.